പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ അവര് സമ്മതിക്കണ്ടേ? അച്ഛൻ വലിയ സീനൊന്നും ഉണ്ടാവില്ല, പക്ഷെ അച്ഛനെ നമുക്ക് ചാക്കിടാം. പക്ഷെ അച്ഛനെ കൊണ്ട് നമ്മൾ അമ്മേനെ ചാക്കിടിപ്പിക്കേണ്ട വരും. പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചു തരുമ്പോഴത്തേക്കും കുട്ടുമാമൻ സമ്മതിക്കാതിരിക്കുമോന്നാണ് എന്റെ ഡൗട്ട്. പക്ഷേ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ശ്രീയുടെ കാര്യം ഞാൻ ഇട്ട്. നിങ്ങൾ ചേച്ചിയും ചേട്ടനെയും ചാക്കിലാക്കാൻ നോക്കും. ഇപ്പൊ എവിടെ തുടങ്ങും? അച്ഛൻ ചാനലിന് പറഞ്ഞാൽ മതി, അച്ഛൻ അപ്പ വീഴും. പിന്നെ അമ്മ അച്ഛൻ അടിച്ചിട്ടുള്ളൂ. വെള്ളം കിട്ടി കൊള്ളായിരുന്നു വിചാരിച്ചതേ ഉള്ളൂ. അച്ഛൻ മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ അടുക്കളയിൽ കേട്ട്. ആണാ? എന്തോ കാര്യം സാധിക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ പറ്റോ? അങ്ങനെ പറഞ്ഞു വിടല്ല അച്ഛാ. കേശുവേ, ഓ ബാ, നമ്മള് സോപ്പിടാൻ വന്ന അച്ഛൻ മനസ്സിലായി. എന്താണ് എല്ലാരും വന്നല്ലോ, നീ പറയ്. അതച്ഛാ, അച്ഛന്റെ ഇപ്പോഴത്തെ ഈ ജോലിയും പിന്നെ നമ്മുടെ ഈ സ്റ്റാറ്റസും അതിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ നമുക്ക് വരുത്തണ്ടേ അച്ഛാ? സ്റ്റാറ്റസ് കൂട്ടാൻ അത് എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടല്ലോ. ഞാനേ ശൂലങ്കടി വീട്ടിലുള്ളതല്ലേ, അപ്പം എനിക്ക് സ്റ്റാറ്റസ് ഉണ്ട്. അതൊക്കെ ശരിയാണ്, നമുക്ക് കുടുംബ മഹിമയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലല്ലോ. അച്ഛനിപ്പോ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അച്ഛാ, കുടുംബ മഹിമ നമുക്കുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അതെന്താണ്? അതായത് ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഈ സൈറ്റിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരോട് എന്താ പറയാ, ഞാൻ ബാലേന്ദ്രൻ തമ്പി അങ്ങനെയല്ലേ പറയാ. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അച്ഛൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരും, നിങ്ങളല്ലേ ബാലേന്ദ്രൻ തമ്പി എന്നും ചോദിച്ചുകൊണ്ട്. അത് വേറെ ലെവലല്ലേ? അത് കൊള്ളാം. അപ്പൊ അത് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. എന്ത് ഐഡിയ ആണ്? അച്ഛാ, എൻ്റെ ഫ്രണ്ട് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 50 വയസ്സിന് മേളിലുള്ളവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവർക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ റിയാലിറ്റി ഷോയിലൊക്കെ. അപ്പോൾ അച്ഛൻ്റെയും അമ്മേനെയും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ. കൊള്ളാല്ലേ? നീലു അറിഞ്ഞോ? അച്ഛാ, അച്ഛന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അമ്മ സമ്മതിക്കൂല, അതാണ് പ്രശ്നം. എന്ത് ചെയ്യും? അച്ഛൻ എങ്ങനെയെങ്കിലും അമ്മേനെ ഒന്ന് പറഞ്ഞ് പറയാം. ഞാൻ നീലിനോട് പറഞ്ഞു നോക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്താ ലാഭം? നമ്മൾ വരുന്നുണ്ട്, അതാണ് ലാഭം. എനിക്ക് സ്കൂളിലൊന്ന് ഷൈൻ ചെയ്യണം. ഇവിടെ വരൂ. എല്ലാരും കൂടെ കൂടി നിൽക്കാനുള്ള എന്തൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? എന്താണ് പറയൂ. അല്ല, ഇവരെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അവർ പറയും. എന്ത് പ്രോഗ്രാം? അല്ല, ഒരു റിയാലിറ്റി ഷോയിലേ അച്ഛനും അമ്മയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം അച്ഛൻ ഓക്കെ പറഞ്ഞു. ഇപ്പം അച്ഛനും അമ്മയും കൂടി ഈ പ്രായത്തില് ടിവിയില് റിയാലിറ്റി ഷോ. അവർക്ക് ഈ പ്രായമാണ് വേണ്ടത്. നന്നായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ല പിള്ളേരെ? വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ഐഡിയ ആയിട്ട് വന്നോളൂ. ചുമ്മാ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. നല്ല ഓപ്പർച്യൂണിറ്റി ആമപ്പ. നല്ല സംഭവം എന്നാ പറയുന്നത് അവര്. എന്താണ് സംഭവം? പറഞ്ഞോ. എന്ത് സംഭവമാണെങ്കിലും ഞാനില്ല, അത് ഇപ്പോഴേ പറഞ്ഞേക്കാം. അതെങ്ങനെ ശരിയാകും? ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങിയ ഒരു കുടുംബമായിട്ടാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ അല്ലാതെ വേറെ ഞാൻ ആരെ കൊണ്ടുപോകാൻ? ഞാൻ ഇല്ല കേട്ടാ. ഇത് ആരോണ്ടെന്ന ഐഡിയ ആണ്? അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നതാമ്മ. അവരുടെ ചാനലിലെ പുതിയ പരിപാടിയാ, പുതിയ ലോഞ്ച്, ഫസ്റ്റ് എപ്പിസോഡ്. എങ്ങാനും ചെയ്താണ്ടല്ലോ പൊളിക്കും നമ്മള്. ഞാനില്ല, എന്നെ കൊണ്ട് വയ്യ. ഈ വയസ്സാം കാലത്ത് ഇനി TV ഷോയിലൊക്കെ പോയി കിടന്ന് ചാട്. വേറെ പണിയൊന്നുമില്ലേ? നമ്മള് TV പോയാ എന്റെ സ്കൂളിൽ നല്ല വിലയായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് കോളേജിൽ നല്ല ഗുമ്മരി. അച്ഛനും അമ്മയും TV പോയിട്ട് കിടന്ന് ചാടുമ്പോ കിട്ടണ വിലയല്ല കുട്ടികൾക്ക് കോളേജിൽ സ്കൂളിൽ വേണ്ടത്. നന്നായി പഠിച്ച് മാർക്ക് മേടിക്കടാ, എന്നിട്ട് വില ഉണ്ടാക്ക്. ചായ വേണോ ആർക്കെങ്കിലും? അപ്പൊ ഒരു കടുപ്പത്തിലെ ചായ. ബലൂൺ വേണോ? ലച്ചുന് വേണോ? പാറുവിന് പാല് തരാം കേട്ടാ. നിനക്ക് ഒന്നും തരാം. എന്റെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.